الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يؤتي الحكمة من يشاء ومن يؤت الحكمة فقد أوتي خيرا كثيرا. صدق الله مولانا العلي العظيم. സ്നേഹധന്യരായ നമ്മുടെ ഈ പ്രിയപ്പെട്ട ചടങ്ങിന്റെ അധ്യക്ഷൻ ഉസ്താദ് ബഹാവുദ്ദീൻ നദ്വി അവர்களെ, വേദിയിലുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ കേന്ദ്ര മുശാവറ അംഗം പ്രിയപ്പെട്ട SMK തങ്ങൾ, ബഹുമാന്യനായ സയ്യിദ് അലവി ഹാജി അടക്കമുള്ള നമ്മുടെ വേദിയിൽ പ്രഭാഷണം നടത്തിയ കെ റഹ്മാൻ ഫൈസി, വേദിയിലുള്ള ചെറുശ്ശേരിസ്ഥാന്റെ പുത്രനടക്കമുള്ള നമ്മുടെ ഈ സംരംഭത്തോട് സഹകരിച്ച വേദിയിലും സദസ്സിലുമൊക്കെയുള്ള ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശിഷ്യ ദാറുൽ ഹുദയിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഈ സ്ഥാപനത്തിന്റെ ഭാരവാഹികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെട്ട ഒരു സദസ്സായി നമ്മുടെ സദസ്സിനെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച പണ്ഡിതന്മാരെയും ഉമറാക്കളെയും അനുസ്മരിക്കുന്ന മഹനീയമായ ചടങ്ങിലാണ് നമ്മളുള്ളത്. ഈ മഹിതമായ ചടങ്ങ് സംഘടിപ്പിച്ച ഈ സ്ഥാപനത്തിന്റെ പ്രിയപ്പെട്ട ഭാരവാഹികളും ഇതിനോട് സഹകരിച്ചവരുമൊക്കെ പ്രതീക്ഷിക്കുന്നത് അവരെ അനുസ്മരിക്കുന്നതിലൂടെ നമുക്ക് ലഭ്യമാകുന്ന പുണ്യത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇനിയും പ്രഭാഷണങ്ങളുള്ളതിനാൽ ആമുഖത്തിലേക്ക് ഒട്ടും കടന്നുപോകാതെ ഞാൻ എന്റെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തിൽ ഒതുങ്ങി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രതിഭാനതനായ ജനറൽ സെക്രട്ടറിയും ഈ സ്ഥാപനത്തിന്റെ പ്രോത്സാഹനരായിരുന്ന ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിനെ ഇവിടെ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമുണ്ടാകില്ല എന്ന് തീർത്തും എനിക്കറിയാം. എങ്കിലും ആ മഹാനുഭാവന്റെ വിടവാങ്ങലിന് ശേഷം കടന്നു വന്ന വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിലുണ്ട്. മാത്രമല്ല അവരെ അനുസ്മരിക്കുന്നതിലൂടെ നമുക്ക് ലഭ്യമാകുന്ന പുണ്യത്തെക്കുറിച്ചുള്ള ബോധവും നമുക്കുണ്ട്. ആ രണ്ട് കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് മാത്രം ചില കാര്യങ്ങൾ സാന്ദർഭികമായി സൂചിപ്പിക്കുക. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞത് ഇത്തബിഉൽ ഉലമാ ഫഇന്നഹും സുറുജുദ് ദുനിയ വ മസാബിഹുൽ ആഖിറ എന്ന്. നിങ്ങൾ പണ്ഡിതന്മാരെ പിൻപറ്റണം. പണ്ഡിതന്മാരെ മുന്നിൽ നിർത്തിയവരുടെ പിന്നിൽ നിങ്ങൾ അണിനിരക്കണം. അവർ ഈ ലോകത്തെ വിളക്കുകളും അതുപോലെ തന്നെ പരലോകത്തെ പ്രകാശഗോപുരങ്ങളും. നമുക്ക് വെളിച്ചം പകരുന്നവരാണ് ഈ ലോകത്തും പരലോകത്തും പണ്ഡിതന്മാരെന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ പണ്ഡിത സംഘടനയായ സമത്വക്കൊപ്പം നിൽക്കുന്ന നമുക്ക് അതിന്റെ ജനറൽ സെക്രട്ടറി നൽകിയ സംഭാവനയെ കുറിച്ച് സ്മരിക്കുവാൻ തീർച്ചയായും ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബഹുമുഖ ജീവിതത്തിലെ ഭാഗങ്ങളെ കുറിച്ച് ഒരു എത്തിനോട്ടം നടത്തുവാൻ മാത്രമാണ് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ ഈ അല്പസമയം ഉപയോഗപ്പെടുത്തുന്നത്. അദ്ദേഹത്തെ കുറിച്ച് മുഴുവൻ ആളുകൾക്കും അറിയാം. അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ, ഏറ്റവും നല്ലൊരു ഫഖീഹ് എന്ന രീതിയിൽ അദ്ദേഹം കേരളത്തിൽ സ്ഥിരപ്പതിട്ട നേടി എന്നത് എല്ലാവർക്കും അറിയാം. എന്നാൽ ആത്മീയമായി അദ്ദേഹത്തിന് വളരെ ആഴത്തിലുള്ള മറ്റൊരു മുഖമുണ്ടായി. അതിന്റെ ഉദാഹരണം ഈ ക്യാമ്പസിൽ തന്നെ. ഞാൻ ആ ചരിത്രം അയവിറക്കിക്കൊണ്ടാണ് എന്റെ പ്രഭാഷണം ആരംഭിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ സ്ഥാപനത്തിന്റെ കാര്യദർശി ബഹുമാന്യനായ ഷാഫി ഹജ്ജ്, അദ്ദേഹത്തിന്റെ മാതാവ് ഗർഭിണിയായ സന്ദർഭത്തിലുണ്ടായ ഒരു സംഭവം ഞാൻ അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി ഉറപ്പുവരുത്തി. സ്വന്തം മാതാവ് ഗർഭിണിയായി പാതിരാത്രി കഴിഞ്ഞ സമയത്ത് പ്രസവ വേദന വന്ന് നിശ്ചിത സമയത്ത് പ്രസവം നടക്കാതെ പ്രയാസപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ്, നാം ഇവിടെ സ്മരിക്കുന്ന ബഹുമാന്യനായ ബാപ്പുട്ടി ഹാജി,
3 വെറ്റിലകൾ എടുത്തുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട മകന്റെ കയ്യിൽ കൊടുക്കുകയും ബാവ ഇത് കൊണ്ടുപോയി ഉസ്താദിന്റെ അടുത്ത് മന്ത്രിച്ചൂതിയിട്ട് കൊണ്ടുവരണം, ഉമ്മ വല്ലാത്തൊരവസ്ഥയിലാണെന്ന് പറയുകയും ചെയ്തു. ആള് ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ സാക്ഷി നിർത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഗൗരവം കുറച്ചുകൂടി ബോധ്യപ്പെടുമല്ലോ. ബഹുമാനപ്പെട്ട ഉസ്താദ് ഇപ്പോൾ തഹജ്ജുദിന് എഴുന്നേറ്റിട്ടുണ്ടാകും, അതുകൊണ്ട് പോയാൽ ഉസ്താദിനെ കാണാൻ കഴിയുമെന്നുള്ള ഉപദേശം നൽകിക്കൊണ്ട് പിതാവ് തന്റെ മകനെ ചമ്മാട്ടപ്പള്ളിയിൽ ദർസ് നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട മഹാനായ ചെറുശ്ശേരി സൈനുൽ ഉലമായെ കാണുന്നതിന് വേണ്ടി പറഞ്ഞേക്കുകയാണ്. അവിടെ ചെന്ന സന്ദർഭത്തിൽ ഉസ്താദിന്റെ റൂമിൽ ലൈറ്റും വാതിലിൽ മുട്ടി. ഉസ്താദ് നമസ്കാരത്തിലാണ്. നമസ്കാരം ഉസ്താദ് കഴിഞ്ഞ് വാതിൽ തുറന്ന് വിഷയം അവതരിപ്പിച്ച ഉസ്താദ് കയ്യിലുള്ള വെറ്റില വാങ്ങി അകത്ത് പോയി വാതിലടച്ചു. ഏറെ നേരം കഴിഞ്ഞിട്ടും വാതിൽ തുറക്കാത്തത് കൊണ്ട് ശങ്കിച്ചു നിൽക്കുന്ന മകൻ വളരെ പ്രയാസത്തോടുകൂടി ആ സമയം തള്ളി നീക്കി ഉസ്താദ് പുറത്തിറങ്ങിക്കൊണ്ട് പറഞ്ഞ വാചകം, മന്ത്രിച്ചൂതിയ വെറ്റില കൊടുത്തുകൊണ്ട് പറഞ്ഞത് കൊണ്ടുപോയി ഏൽപ്പിക്കുക, പക്ഷെ ഇത് വേണ്ടി വരില്ല, നീ അവിടെ എത്തുമ്പോഴേക്കും ഉമ്മ പ്രസവിച്ചിട്ടുണ്ടാകും, അതൊരു പെൺകുട്ടിയായിരിക്കും. ആ വാചകത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഇത് കൊണ്ടു ചെല്ലുമ്പോഴേക്കും ഉമ്മ പ്രസവിച്ചിട്ടുണ്ടാകും, ഇതിന്റെ ആവശ്യം വരില്ല. ആവശ്യം വരാൻ ചിലത് കിണറ്റിലെറിയാൻ ഉപദേശിക്കുകയും ഒരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ടാകുമെന്ന് പറയുകയും ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട ഈ പുത്രൻ തിരിച്ച് പിതാവിന്റെ സമീപത്ത് വെറ്റിലയുമായി വരുമ്പോ പിതാവ് പറയുന്ന വാചകം, ഉമ്മ പ്രസവിച്ചിരിക്കുന്നു, ഒരു പെൺകുട്ടിയാണ്. ഉസ്താദ് പറഞ്ഞ വാചകം അതേപോലെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു. ബാപ്പ പറയുന്നു, അതാണ് ഉസ്താദിന്റെ ജീവിതം, അതുകൊണ്ടാണ് ഉസ്താദിന്റെ അടുത്തേക്ക് നിന്നെ പറഞ്ഞയച്ചത്. ഈ ഒരു ആത്മീയ വശം ഒരുപക്ഷെ ഷർസി ഉസ്താദിനെ കുറിച്ച് പലരും കൂടുതൽ മനസ്സിലാക്കി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര വലിയ ആത്മീയമായ കരുത്ത് ദിക്റിലൂടെ, നിരവധി ഇജാസത്തുകളിലൂടെ, തന്റെ നിരന്തരമായ പഠന മനനങ്ങളിലൂടെ നേടിയെടുത്ത വലിയൊരു മനുഷ്യൻ. ഒരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ടാകുമെന്ന് തന്റെ നാവ് കൊണ്ട് പറയുന്നു, അത് സംഭവിക്കും. ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ അഖ്സമ അലല്ലാഹി ലാ ബറ. ആ പരിശുദ്ധമായ ഹദീസിന്റെ ഒരു സാക്ഷാത്കാരമാണ് സത്യത്തിൽ അവിടെ സംഭവിക്കുന്നത്. അള്ളാഹുവിന്റെ ചില അടിമകൾ അള്ളാഹുവിൽ ആണയിട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞാൽ പടച്ചറപ്പ് നടപ്പാക്കി കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനിതര സാധാരണമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. ഒരു ബിരുദവുമില്ലാതെ ഒരു യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്ത് വരാൻ പടച്ചറപ്പ് അവസരം കൊടുത്തൊരു മനുഷ്യൻ ഒരുപക്ഷെ ഇതുപോലെ മറ്റൊരാളുണ്ടോ